നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഴിയുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനം പിന്നെ പുറത്ത് വെച്ച് അടുപ്പത്ത് ഉണ്ടാക്കി തുടങ്ങിയ ഒരു സാധനമാണ്. എന്താണെന്നല്ലേ? ഒന്നുമില്ല, മന്തി തന്നെ. അതിൽ കുറച്ചൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. ചെമ്മീൻ മന്തിയാണേ. ചെമ്മീൻ മന്തി പറയുമ്പോൾ അതിൻ്റെ തനതായ രീതിയിലൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഞാൻ പൊരിക്കാൻ വെച്ച ചെമ്മീനായിരുന്നു. അതിൽ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മളുടെ തീരുമാനം മാറുന്നത് മന്തിയാക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആദ്യം ഞാനൊരു ചട്നി ഉണ്ടാക്കി, ഗ്രീൻ ചട്നി. നമ്മുടെ മല്ലിച്ചപ്പും പിന്നെ അതുപോലെ തക്കാളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഒരു ചട്നി ഉണ്ടാക്കി മാറ്റി വെച്ചു ഇതിലേക്ക് കൂട്ടാൻ. അത് കൂടാതെ മസാലയ്ക്ക് വേണ്ടിയിട്ടും തക്കാളി, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ അങ്ങോട്ട് അരച്ച്, എന്നിട്ട് നമ്മളെ ചെമ്മീനെ ഒന്ന് ബിരിയാണി പോട്ടിലിട്ട് വേവിച്ചെടുത്ത് എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്ത്, എന്നിട്ട് ആ എണ്ണയിലോട്ട് നമ്മുടെ ഞാനിന്നിപ്പോൾ പറഞ്ഞ ആ മസാലകളിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തു. എന്നിട്ട് നമ്മുടെ മന്തി റൈസ് ഉണ്ടല്ലോ, അതായത് ബസ്മതി റൈസ്, സെല്ല റൈസ്, ഇത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തത്. 2 ഗ്ലാസ്സിന് നമ്മളൊരു 4 ഗ്ലാസ് വെള്ളം എടുക്കാം വറ്റിക്കാൻ. 4.25 എടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് അത് ഈ മസാല ഇട്ട്, ഇതിങ്ങനെ ഞാൻ ഈ വഴറ്റിയും കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ മസാലയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതും ചേർക്കാട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട്, പിന്നെ ഏലക്കായും, പിന്നെ മെയിനായിട്ട് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പാടായിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ടേ. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ, ആക്ച്വലി അരി ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂറാണ് നമ്മൾ വെള്ളത്തിലിട്ടേക്കാൻ പറയുക. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു മന്തിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് ചെമ്മീൻ പൊരിച്ചത് എടുത്തിട്ട് ഇതിലോട്ടിട്ട് ഈ മസാല ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരിയിട്ട്, അരി ഒന്ന് തിളയ്ക്കുമ്പോൾ തീ കുറച്ചൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണേ വെന്തുണ്ടോ എന്നുള്ളത്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആവുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കും. ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമല്ല കേട്ടോ, അടി കരിഞ്ഞു പോയാൽ പെട്ടില്ലേ. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഈ മന്തി. പിന്നെ ഇത് മന്തിയാണോ, മന്തി ഇങ്ങനെയല്ല ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നവരോട് പറഞ്ഞോട്ടെ, നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും അതിന് പേര് കണ്ടുപിടിക്കുന്നതും അത് ഇതാണെന്ന് പറയുന്നതും നമ്മളാണല്ലോ അല്ലേ. നമ്മൾ റൈസൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ടേ. ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മീൻ മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതതിൻ്റെ രീതിയിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ടും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാം എന്നുള്ളത് കൊണ്ടും ഞാനിങ്ങനെയൊക്കെ ചെയ്ത്. പക്ഷേ ഇത് മന്തിയായില്ലേന്ന് ചോദിച്ചാൽ മന്തിയായി, അടിപൊളിയായിരുന്നു. നമ്മൾ അടച്ച് വെക്കുമ്പോൾ ഇതിനൊരു ഓട്ട ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ആ ഓട്ട ഞാനെപ്പോഴും പച്ചമുളകിൻ്റെ തൊണ്ട് കൊണ്ടാണ് അടച്ച് വെക്കാറ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അടച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് വെച്ച് നമ്മൾ ബാക്കിയുള്ള പൊരിച്ച് വെച്ച ചെമ്മീനുണ്ടല്ലോ അത് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. അതിൻ്റെ ഇടയിൽ പച്ചമുളകും ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ടിങ്ങനെ ചെറിയ തീയിലിട്ട് വേവിക്കുക. അങ്ങനെ ഞാൻ മന്തി പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ എന്തെങ്കിലും സ്വീറ്റും ആവാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പായസം തന്നെ ആക്കാം. പാലെടുക്കുക. ഒരു 2 ഗ്ലാസ് പാലിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് ഇങ്ങനെ തിളപ്പിക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ഇട്ടോളൂ കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നമ്മളെ പാല് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകുമ്പോൾ അതിലേക്ക് ഈ സേമിയ, വറുത്ത് വെച്ച സേമിയ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, അതെടുത്ത് ഇതുപോലെ ഇട്ട് ഒന്നും കൂടെ തിളപ്പിക്കുക. ചെറിയ തീയിൽ വേണം ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിക്കാൻ. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അത് നമ്മുടെ ഈ പായസം വെന്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെന്തതിന് ശേഷം കേട്ടോ ആ സേമിയ കൊണ്ട് എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി വയ്ക്കാൻ മതി, അറിയാം. അപ്പം അങ്ങനെ നമ്മുടെ പായസവും റെഡിയായി. പായസം എന്ന് പറയുമ്പോൾ തന്നെ ആ നെയ്യിൻ്റെയും പഞ്ചസാരയുടെയും ടേസ്റ്റ് വരുന്നില്ലേ? യെസ്, അതുകൊണ്ട് പായസം ആ രീതിക്ക് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കണം കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് കുറച്ച് കുറുക്കം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്നായിട്ട് കുറുക്കിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ കുറച്ച് പാലിങ്ങോട്ട് വിട്ട് നിൽക്കണം. ഞാനിത് കുറച്ച് മാറ്റി വെച്ചതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഞാൻ വേറെ കുടിച്ചിട്ടുണ്ട് കേട്ടോ, വേറെ കാര്യം.